LDF ജാഥ കണ്ണൂരിലെ പര്യടനം തുടരുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജാഥ കഴിഞ്ഞ 2 ദിവസങ്ങളായി കണ്ണൂരിൽ വളരെ ആവേശകരമായ പ്രതികരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും അഭൂതപൂർവമായിട്ടുള്ള ജനക്കൂട്ടമാണ് കണ്ണൂർ ജില്ലയിൽ കാണുന്നത്. കാസർഗോഡ് ജില്ല കഴിഞ്ഞ് കണ്ണൂർ ജില്ല പയ്യന്നൂർ മണ്ഡലത്തിൽ പ്രവേശിച്ചത് മുതൽ ഇന്നലെ പേരാവൂർ മണ്ഡലത്തിൽ ഇന്നലെയുള്ള സമാപന പരിപാടി വരെ എല്ലാ പരിപാടികളിലും അഭൂതപൂർവമായിട്ടുള്ള ജനക്കൂട്ടത്തെ കാണാൻ വേണ്ടി കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത വ്യത്യസ്ത ജനവിഭാഗങ്ങൾ സ്വയം സന്നദ്ധമായി ഈ ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വിവിധങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ ലഭിച്ചിട്ടുള്ള വിഭാഗങ്ങളുണ്ട്. വിദ്യാർത്ഥികളും യുവാക്കളും കണക്റ്റ് വർക്ക് സ്കോളർഷിപ്പിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയ പിന്തുണ, അതോടൊപ്പം തന്നെ ഡിഗ്രി തലം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയതിലുള്ള സന്തോഷം, അതെല്ലാം പ്രകടിപ്പിക്കാൻ അത്തരം കാര്യങ്ങൾ നടത്തിയിട്ടുള്ള ഗവൺമെൻറ്റിന് അഭിവാദ്യം കൂടി പ്രദർശിപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ബാനർ സഹിതമായിട്ടാണ് വിദ്യാർത്ഥികളും യുവാക്കളും അതുപോലെ വന്നിട്ടുള്ളത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും 4 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയത്. ആ ഓട്ടോ തൊഴിലാളികളും ആ പരിപാടിയിൽ തൊഴിലാളികൾ എന്നുള്ള നിലയിൽ അണിനിരക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആശ, അംഗൻവാടി, കുടുംബശ്രീയുടെ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 32 ലക്ഷം സ്ത്രീകൾക്കാണ് കേരളത്തിൽ ധനസഹായം ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ആ സ്ത്രീകൾ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് അഭിവാദ്യം എന്ന് പറഞ്ഞുകൊണ്ട് അണിനിരക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിവിധ വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ ഗവൺമെൻറ്റിന് അഭിവാദ്യം പറഞ്ഞുകൊണ്ടാണ് ഈ വിവിധ വിഭാഗങ്ങൾ ഈ ജാഥയിൽ അണിചേർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് തോന്നിയിട്ടുള്ളത്. വലിയ ആവേശകരമായ പരിപാടിയാണ് എല്ലാ കേന്ദ്രങ്ങളിലും നടന്നിട്ടുള്ളത്. നിയമസഭാ ഇലക്ഷൻ എത്താൻ വേണ്ടി പോവുകയാണ്. കണ്ണൂരിലെ LDF കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത് സ്വാഭാവികമായും കണ്ണൂരിലേക്കാണ്. കണ്ണൂരിലെ LDF തെരഞ്ഞെടുപ്പിന് സജ്ജമായോ? എല്ലാ അർത്ഥത്തിലും കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ ശക്തി ദുർഗമാണ്. ആ കേന്ദ്രങ്ങളിലെല്ലാം വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എല്ലാവരും രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ കേരളത്തിലാകെ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും കണ്ണൂർ ജില്ലയുടെ ചില മേഖലകളിൽ തിരിച്ചടി ഉണ്ടായപ്പോഴും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം പൊതുവിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സജ്ജമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സുസജ്ജമായി പാർട്ടിയും LDF-ഉം സന്നദ്ധമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ LDF ജാഥ കണ്ണൂരിൽ വലിയ ജനമുന്നേറ്റമായി മാറിയെന്നാണ് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറയുന്നത്. മട്ടന്നൂരിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കലായ്ക്കൊപ്പം PV കുട്ടൻ.